എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 4-bit PIPO അല്ലെങ്കിൽ സമാന്തര ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും പരിശോധിക്കാമെന്നും നിങ്ങൾ പഠിക്കും. ഈ വീഡിയോയുടെ അവസാനം IC74LS95 ഉപയോഗിച്ച് 4-bit PIPO രജിസ്റ്റർ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും നിങ്ങൾക്ക് കഴിയും. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റും അതിൻ്റെ യൂസർ മാനുവലും, ഡാറ്റ ഷീറ്റിനൊപ്പം IC74LS95, ആവശ്യാനുസരണം മെയിൽ ടു മെയിൽ ജമ്പർ വയറുകൾ, മാഗ്നിഫയിങ് ലെൻസ്. ഷിഫ്റ്റ് രജിസ്റ്ററുകളിലെ PIPO അല്ലെങ്കിൽ പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. PIPO എന്നത് പാരലൽ ഇൻ പാരലൽ ഔട്ട് എന്നാണ്. ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഒരുതരം ഷിഫ്റ്റ് രജിസ്റ്ററിനെ സൂചിപ്പിക്കുന്നു. ഒരു PIPO ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഡാറ്റ അല്ലെങ്കിൽ എല്ലാ ബിറ്റുകളും ഒരേ സമയം പാരലൽ ആയി നൽകപ്പെടുന്നു. കൂടാതെ മുഴുവൻ ഡാറ്റയും ഔട്ട്പുട്ടുകളിൽ പാരലലായി ലഭ്യമാണ്. പാരലൽ ഇൻ പാരലൽ ആയി ഒരു ക്ലോക്ക് സിഗ്നൽ ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പോലെ എല്ലാ ഡാറ്റ ഷീറ്റുകളും ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഒരേ സമയം നൽകിയിട്ടുണ്ട്. പാരലൽ ഔട്ട് ഡാറ്റ ലോഡ് ചെയ്തതിന് ശേഷം മുഴുവൻ ഡാറ്റയും ഔട്ട്പുട്ടുകളിൽ ഒരേ സമയം ലഭ്യമാണ്. ഓരോ ഔട്ട്പുട്ടും പാരലൽ ഡാറ്റയുടെ ഒരു ബിറ്റുമായി യോജിക്കുന്നു. പാരലൽ ഇൻപുട്ട് ഡാറ്റ 1, 0, 1, 1, D0, D1, D2, D3 എന്നിവയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് ഡാറ്റയുടെ പാരലൽ ലോഡിംഗ് ക്ലോക്ക് ട്രിഗർ ചെയ്യുന്നു. ക്ലോക്ക് പൾസിന് ശേഷം 1, 0, 1, 1 ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. പാരലൽ ഔട്ട് Q0 is equal to 1, Q1 is equal to 0, Q2 is equal to 1, Q3 is equal to 1. ഒരു കൂട്ടം ഡാറ്റ പാരലലായി ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ PIPO ഷിഫ്റ്റ് രജിസ്റ്ററുകൾ ഉപയോഗിക്കുകയും ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ കൂടാതെ ഔട്ട്പുട്ടുകളിൽ അത് ലഭ്യമാക്കുകയും ചെയ്യുന്നു. 14-പിൻ ഡ്യുവൽ ഇൻലൈൻ പാക്കേജായി ലഭ്യമായ IC74LS95 കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പാരലൽ ലോഡ് ശേഷിയുള്ള 4-bit പാരലൽ ആക്സസ് ഷിഫ്റ്റ് രജിസ്റ്ററാണ് IC74LS95. IC74LS95ന്റെ പിൻ 7, 14 എന്നിവ യഥാക്രമം ഗ്രൗണ്ട് നെഗറ്റീവ് +5 വോൾട്ട് സപ്ലൈക്കായി അനുവദിച്ചിരിക്കുന്നു. പിന്നുകൾ 2, 3, 4, 5 അല്ലെങ്കിൽ A, B, C, D എന്നിവ 4-bit പാരലൽ ഇൻപുട്ടുകളാണ്. പിന്നുകൾ 13, 12, 11, 10, QA, QB, QC, QD എന്നിവ 4-bit പാരലൽ ഔട്ട്പുട്ടുകളാണ്. പിൻ 6 മോഡ് സെലക്ടർ ആണ്. ലോജിക് 1ൽ മോഡ് കൺട്രോൾ ഇൻപുട്ടിനൊപ്പം പാരലൽ ഇൻപുട്ടുകൾ A is equal to B, is equal to C, is equal to D, is equal to 0 എന്നിവയുടെ റിസൾട്ട് QA, QB, QC, QD എന്നിവ 0, 0, 0, 0ന് തുല്യമാണ്. പിന്നുകൾ 8ഉം 9ഉം യഥാക്രമം ഇടതും വലതും ഷിഫ്റ്റുകൾക്കുള്ളതാണ്. IC7495നെ അല്ലെങ്കിൽ PIPO ഉപയോഗിച്ച് ഒരു 4-bit പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ നിർമ്മാണവും പരിശോധനയും. എല്ലാ കോമ്പോണൻസും ശേഖരിച്ച് അവ പരിശോധിച്ച് IC7495നെ ഉപയോഗിച്ച് ബ്രെഡ് ബോർഡിൽ 4-bit ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ സർക്യൂട്ട് കൂട്ടിച്ചേർക്കുക. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് ICയുടെ മുകളിൽ അച്ചടിച്ച IC74LS95നെ തിരിച്ചറിയുക.
IC ശരിയായി വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കൂടാതെ പിൻ 1 ശരിയായ സ്ഥാനത്താണെന്നും ഉറപ്പാക്കുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിലേക്ക് ICയും ഇൻസേർട്ട് ചെയ്യുക. പിൻ നമ്പർ 7നെ ഗ്രൗണ്ട് അല്ലെങ്കിൽ GND നെഗറ്റീവായും പിൻ നമ്പർ 14നെ +5 വോൾട്ട് സപ്ലൈ അല്ലെങ്കിൽ VCC ആയും കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് പിൻ 9നെ കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ ഔട്ട്പുട്ട് LEDകൾ ആയ QA, QB, QC, QD എന്നിവ തിരിച്ചറിയുക. പിൻ 13നെ ഔട്ട്പുട്ട് LED QAയിലേക്ക് കണക്ട് ചെയ്യുക. പിൻ 12നെ ഔട്ട്പുട്ട് LED QBയിലേക്ക് കണക്ട് ചെയ്യുക. പിൻ 11നെ ഔട്ട്പുട്ട് LED QCയിലേക്ക് കണക്ട് ചെയ്യുക. പിൻ 10നെ ട്രെയിനർ കിറ്റിലെ ഔട്ട്പുട്ട് LED QDയിലേക്ക് കണക്ട് ചെയ്യുക. ട്രെയിനർ കിറ്റിലെ ടോഗിൾ ഇൻപുട്ട് സ്വിച്ചുകളായ A, B, C, D എന്നിവയിലേക്ക് 2, 3, 4, 5 എന്നീ പിന്നുകൾ യഥാക്രമം കണക്ട് ചെയ്യുക. ഇൻപുട്ട് ടോഗിൾ സ്വിച്ചിലേക്ക് പിൻ 6 മോഡ് സെലക്ടർ കണക്ട് ചെയ്യുക. IC74LS95ലേക്ക് +5 വോൾട്ട് DC പവർ സപ്ലൈ ഓണാക്കുക. ടോഗിൾ സ്വിച്ച് വഴി മോഡ് കൺട്രോൾ ഇൻപുട്ടിലേക്ക് ലോജിക് 1 പ്രയോഗിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്ലോക്ക് ഇൻപുട്ട് പിന്നിൽ ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുകയും പാരലൽ ഇൻപുട്ട് പിന്നുകളിലേക്ക് 4-ബിറ്റ് ഡാറ്റ ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. വ്യത്യസ്ത പാരലൽ ഇൻപുട്ടുകൾ അപ്ലൈ ചെയ്ത് ടേബിളിൽ അനുബന്ധ ഔട്ട്പുട്ട് ലോജിക് ലെവലുകൾ രേഖപ്പെടുത്തുക. ഔട്ട്പുട്ട് 0, 0, 0, 1, ക്ലോക്ക് പൾസ് 1, ഔട്ട്പുട്ട് 0, 0, 0, 1, ഇൻപുട്ട് 0, 0, 1, 0, clock pulse 2, output 0, 0, 1, 0, input 0, 0, 1, 1, clock pulse 3, output 0, 0, 1, 1, input 0, 1, 0, 0, clock pulse 4, output 0, 1, 0, 0, input 0, 1, 0, 1, clock pulse 5, output 0, 1, 0, 1, input 0, 1, 1, 0, clock pulse 6, output 0, 1, 1, 0, input 0, 1, 1, 1, clock pulse 7, output 0, 1, 1, 1, input 1, 0, 0, 0, clock pulse 8, output 1, 0, 0, 0, input 1, 0, 0, 1, clock pulse 9, output 1, 0, 0, 1, input 1, 0, 1, 0, clock pulse 10, output 1, 0, 1, 0, input 1, 0, 1, 1, clock pulse 11, output 1, 0, 1, 1, input 1, 1, 0, 0, clock pulse 12, output 1, 1, 0, 0, input 1, 1, 0, 1, clock pulse 13, output 1, 1, 0, 1, input 1, 1, 1, 0, clock pulse 14, output 1, 1, 1, 0, input 1, 1, 1, 1,
ക്ലോക്ക് പൾസ് 15, ഔട്ട്പുട്ട് 1 1 1 1. അങ്ങനെ ഞങ്ങൾ IC74LS95 ഉപയോഗിച്ച് 4-ബിറ്റ് PIPO രജിസ്റ്റർ നിർമ്മിച്ചു. വ്യത്യസ്ത ഇൻപുട്ട് ഉപയോഗിച്ച് അനുബന്ധ ഔട്ട്പുട്ടുകൾ നിരീക്ഷിച്ച് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിച്ചു. IC74LS95 ഉപയോഗിച്ച് 4-ബിറ്റ് PIPO രജിസ്റ്റർ നിർമ്മിക്കുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4-ബിറ്റ് PIPO അല്ലെങ്കിൽ പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും പരിശോധിക്കാമെന്നും ഉള്ള സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.